ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഗ്രീൻ പീസ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു ബേ ലീഫ് ചെറിയ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയാണ്, നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 5 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 1.5 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്, അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ്. ഒരു 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലെ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കണം. അതിനായിട്ട് 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബൗളിന് 1 ബൗൾ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. വലിയ ജീരകം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസൊക്കെ വെന്തോ നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നല്ല ചെറിയതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു പാത്രം വെച്ചതിന് ശേഷം നമുക്ക്
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് കൊണ്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.